ചേട്ടാ, എന്ത് വിവാദം വന്നാലും മോഹൻലാലിനെ അതിലോട്ട് വലിച്ചിടുക. ഉം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കാര്യമല്ല. വളരെ കാലം മുമ്പേ തന്നെ ഇങ്ങനൊരു സംഭവം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും മോഹൻലാൽ എന്ന വ്യക്തിയെ മാത്രം ലക്ഷ്യം വെക്കുന്നത്? മോഹൻലാലിനെ ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ചോദ്യം. മോഹൻലാൽ ആരാ? ആരാ? സകലകലാ വല്ലഭൻ. അതായത് ഇപ്പോൾ ഈ കേസിൽ വിധി വന്നു. ഉം. ദിലീപിനെ കുറ്റവിമുക്തനാക്കി. അമ്മയുടെ പ്രസിഡൻ്റായി മോഹൻലാലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഉം. മോഹൻലാലിന് ഇതിന് മുഴുവൻ മറുപടി പറഞ്ഞ് നടക്കേണ്ടി വന്നേനെ. ഉം. ഇപ്പോൾ മറ്റ് രണ്ടുപേരായതുകൊണ്ട്, വനിതകളായതുകൊണ്ട് വലിയ അറ്റാക്ക് അവരുടെ ഭാഗത്തേക്ക് ഉം. ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവരെന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നൊക്കെ ചോദ്യം വന്നു. പിന്നീട് അവർ വന്ന് മറുപടിയൊക്കെ പറയുകയും ചെയ്തു. അമ്മയുടെ അഭിപ്രായം പറയുകയും ചെയ്തു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തും അങ്ങനെയായിരുന്നു. നമ്മൾ കണ്ടതാണ്. മോഹൻലാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. മറ്റ് സംഘടനകളൊക്കെ, സിനിമാ സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ആ സെറ്റിൻ്റെ മുഴുവൻ നിയന്ത്രണം എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകനാണ്. സിനിമയുടെ കപ്പിത്താൻ എന്ന് പറയുന്ന സംവിധായകനാണ്. നടനോ നടിയോ വന്ന് അഭിനയിക്കുന്നു, അത് കഴിയുമ്പോൾ അവർ തിരികെ പോകുന്നു. പക്ഷേ മറ്റേത് അങ്ങനെയല്ലല്ലോ. പ്രൊഡ്യൂസറും സംവിധായകനും എന്നൊക്കെ പറയുന്നത് സിനിമയുടെ മുഴുവൻ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. അവരുടെ സംഘടനകളുണ്ടായിരുന്നു. ഫെഫ്ക ഉണ്ടായിരുന്നു, നിർമ്മാതാക്കളുടെ സംഘടനയുണ്ടായിരുന്നു. ഇവരോടൊന്നും ചെന്ന് മാധ്യമങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആരും ചോദിച്ചില്ല. പകരം ഇതിനെല്ലാം മറുപടി മോഹൻലാൽ പറയണം. മോഹൻലാലിനെ ആ സമയത്തും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം മറുപടി പറഞ്ഞു. അതിനുശേഷം ആ കമ്മിറ്റി പിരിച്ചു വിട്ടുകൊണ്ട് അഡ്കോ കമ്മിറ്റി വയ്ക്കുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം തന്നെ അമ്മയുടെ പ്രസിഡൻ്റ് ആകണം എന്ന് അമ്മയിലെ അംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കുരിശെല്ലാം കൂടെ ഞാനെടുത്ത് ചുമന്നുകൊണ്ട് കിടന്ന് ഞാനെന്തിനിതെല്ലാം കൂടി ഈ വയ്യാവേലി എല്ലാം കൂടെ ഇതിനെല്ലാം ഈ നാട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യത്തിനും, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യത്തിനും മോഹൻലാൽ മറുപടി പറയണം. അപ്പോൾ അതൊരു അജണ്ടയാണ്, അതൊരു വൻമരമാണ്. എന്തുകൊണ്ട് ലക്ഷ്യം വെക്കുന്നു എന്ന് വെച്ചാൽ അതൊരു വൻമരമാണ്. വൻമരങ്ങളെ വീഴ്ത്താൻ എപ്പോഴും ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. അല്ലാതെ ഒരു പുല്ലിനെ പിച്ചിക്കളയാൻ ആരും ശ്രമിക്കത്തില്ലല്ലോ. അതവിടെ നിന്നോട്ടെന്ന് വിചാരിക്കും. പക്ഷെ വൻമരങ്ങൾ, വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം, അത് നമുക്ക് ഭീഷണിയാണ് എന്ന് തോന്നുമ്പോൾ ചില ആളുകൾ എങ്ങനെയും അതിനെ വെട്ടി വീഴ്ത്തണം. അപ്പോൾ ചിലർക്ക് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എതിലേക്കൂടെങ്കിലും പോകുന്നതൊക്കെ വിഷയങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മോഹൻലാലിനെയും കൂടെ അതിനകത്ത് വലിച്ചിടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴെന്നല്ല, നേരത്തെ മുതൽ തന്നെ അങ്ങനെയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ അവസരത്തിലും അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ റിലീസായിരിക്കുന്നു, ദിലീപിനൊപ്പം അഭിനയിച്ച സിനിമ. ഒരു നടനെ സംബന്ധിച്ച് അദ്ദേഹം 40 വർഷത്തിലേറെയായി മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. മലയാള സിനിമയിൽ 40 വർഷത്തിലേറെയായി അഭിനയിക്കുന്ന മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും അവരുടെ ഡെഡിക്കേഷനുണ്ട്, അല്ലേ? അവർ ചുമ്മാ വന്നിട്ട് നമുക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ മമ്മൂട്ടി ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 40-45 വർഷം അവർ മലയാള സിനിമയിൽ നിൽക്കില്ല. അവരതിന് വേണ്ടിയിട്ട് ഇടുന്ന ഒരു എഫർട്ടുണ്ട്. ആ എഫർട്ട്, അതിൻ്റെ ഡെഡിക്കേഷൻ, ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത്. അപ്പോൾ ആ നടൻ ഏത് വേഷം ചെയ്യണം എന്നുള്ളത് ആ നടൻ്റെ ചോയ്സാണ്. പല തരത്തിലുള്ള വേഷങ്ങൾ നമ്മുടെ മുന്നിൽ വരും, കഥാപാത്രങ്ങൾ വരും. എല്ലാം ഒരുപോലെ ഉള്ള കഥാപാത്രങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ എന്ന പലർക്കും പറ്റിപ്പോയ അങ്ങനെയാണ്. ഇപ്പോൾ ശങ്കർ, മോഹൻലാലും മമ്മൂട്ടിയും വരുന്ന സമയത്ത് കത്തി നിൽക്കുന്ന ആൾ ശങ്കറാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അന്ന് 9-ലോ മറ്റോ പഠിക്കുന്ന, 9ാം ക്ലാസ്സിലോ ആ സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു, അവർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അവിടെ എഴുതി വയ്ക്കുക ശങ്കർ മേനക. അപ്പോൾ അത്രയും ആ കൗമാരത്തിലുള്ള ആളുകളെ പോലും സ്വാധീനിച്ചിട്ടുള്ള ഇതാണ് ശങ്കർ മേനക. അങ്ങനെ എഴുതിയ വീടിൻ്റെ ചുമരിൽ എഴുതി വെച്ചിരിക്കുകയാണ് ശങ്കർ മേനക. അന്നത്തെ ജോഡി അവരായിരുന്നു, ശങ്കറും മേനകയും. ആ ശങ്കർ ഫീൽഡ് ഔട്ടായിപ്പോയി. കാരണം കത്തി നിൽക്കുന്ന സമയത്ത് ഒരേപോലെയുള്ള വേഷങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ജയറാമിനെ സംബന്ധിച്ച് എന്താ, ജയറാം കത്തി നിൽക്കുന്ന സമയത്ത് ജയറാം വലിയ താരമായിരുന്നു. അതായത് ഇറങ്ങുന്ന മുഴുവൻ സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ജയറാമിന്. ഇപ്പോൾ കാണുന്ന ജയറാമല്ല, അന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റാണ്. ആ ജയറാമൻ ചെയ്ത് ഒരേ ട്രാക്കിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ മമ്മൂട്ടിയും മോഹൻലാലും വേറിട്ട കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് അവരിപ്പോഴും നിൽക്കുന്നത്. ഇനി അവരെന്താ പ്രൂവ് ചെയ്യാനുള്ള, എന്താ
ഒന്നുമില്ല. ഒന്നുമില്ല. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, അവർ പുതിയ പുതിയ കഥാപാത്രങ്ങളെ തേടുന്നു. അപ്പോൾ രസകരമായ ഒരു കഥാപാത്രം വരുമ്പോൾ ആ കഥാപാത്രം ചെയ്യും. ഒരു വേഷം വരുമ്പോൾ ഇത് എനിക്ക് ഇളകി ആടാനുള്ള, ഞാൻ ഇതുവരെ ഇങ്ങനെ കുറേ നാളായി ഒന്ന് ശരീരമൊക്കെ ഒന്ന് ഇളകി അങ്ങനെയൊക്കെ ഒന്ന് അഭിനയിച്ചിട്ട്, അതൊരു ഫൺ എലമെൻ്റ് ഉള്ള ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി, എന്നാൽ പിന്നെ ചെയ്യാം. അങ്ങനെയാണ് അതൊരു നടൻ്റെ ചോയ്സാണ്. അതിനകത്ത് നമ്മൾ എന്നിട്ട് നിങ്ങളിങ്ങനെ അഭിനയിക്കാവൂ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാവൂ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ കഥാപാത്രത്തെ ആ കഥ പറയുമ്പോൾ അത് ഉൾക്കൊണ്ട് ഇത് കൊള്ളാമോ, എനിക്ക് പറ്റുമോ, അല്ലെങ്കിൽ ഇത് കൊള്ളാമല്ലോ, ഇതിനകത്തുനിന്ന് പിടിച്ചു നോക്കിയാലോ. ആർട്ടിസ്റ്റുകളുമായിട്ട് സംസാരിച്ചിട്ട് കലാകാരന്മാരുമായിട്ട് സംസാരിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് അവരുടെ ഈ സംസാരം, ഒരു പുതിയ കഥാപാത്രം വരുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുവരെ ചെയ്യാത്ത ഒരു സംഭവം വരുമ്പോൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതുപോലെ അദ്ദേഹം ഒരു സിനിമ ചെയ്തു. ആ സിനിമ ചെയ്തപ്പോൾ അദ്ദേഹം അതിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തു. അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ പോസ്റ്റർ അദ്ദേഹം റിലീസ് ചെയ്തു. അതൊരു കുറ്റമായിപ്പോയി. അങ്ങനെ അത് ചെയ്യാൻ പാടില്ല ചേട്ടാ. പിന്നെ വേറെ ആരാ ചെയ്യണം? അത് വേറെ ആരാണ് ചെയ്യുന്നത്? അദ്ദേഹം ആ സിനിമയുടെ ഭാഗമാകുമ്പോൾ, പഴയതുപോലെയല്ല, ഒരു സിനിമയുടെ ഭാഗം നമ്മളാകുമ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ആ സിനിമയുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുകയാണ്. നടീനടന്മാർ അതിൻ്റെ ഭാഗമാകും, ഇൻ്റർവ്യൂസ് കൊടുക്കും. അപ്പോൾ അദ്ദേഹം അഭിനയിച്ചു, കാശ് വാങ്ങിച്ചു വീട്ടിൽ പോയിരുന്നാൽ മതിയോ? പോരാ. അദ്ദേഹം അതിനെ പ്രൊമോഷൻ ചെയ്തു. പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തു. അപ്പോൾ അതൊരു തെറ്റായിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഏത് വിധേനയും ആക്രമിക്കുക, അതൊരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് ചില നിഗൂഢ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങൾ നടക്കണമെങ്കിൽ മോഹൻലാലിനെ പോലെ ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പക്ഷെ അതൊരു അതിമോഹമാണ് ദിനേശ എന്ന് പറയുന്നത് പോലെ. മോഹൻലാലിനെ വെട്ടി വീഴ്ത്താം, ആ താരസിംഹാസനത്തിലേക്ക് കടന്നിരിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊരു അതിമോഹമാണ്. നമ്മളിപ്പോൾ ഇവരെല്ലാം മാറി നിൽക്കണം, പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അവരെങ്ങനെയാണ് വന്നത്? അവർ പ്രേം നസീറൊക്കെ നിൽക്കുന്ന സമയത്ത് ജയനൊപ്പം അഭിനയിച്ച ആളാണ് മോഹൻലാൽ, സഞ്ചാരി എന്ന സിനിമയിൽ. പിന്നെ ആ കാലത്തിൽ ജയൻ അന്തരിച്ചു. അപ്പം അന്ന് വലിയ താരങ്ങൾ, രതീഷ് ഉൾപ്പെടെയുള്ള വലിയ താരങ്ങൾ, സോമൻ, സുകുമാരൻ, ഇവരൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് കടന്നു വന്ന ആളുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അവരൊന്നും ചെറുപ്പക്കാരാണ്. ആ ഈ ചെറുപ്പക്കാരെല്ലാം വന്നു, അതുകൊണ്ട് ഞങ്ങൾ അഭിനയം നിർത്തി വീട്ടിൽ പോയിരിക്കുക എന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. അവരുടേതായ രീതിയിൽ അവർക്ക് പറ്റുന്ന കാലം അവർ അഭിനയിക്കട്ടെ. അല്ല, അവരുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു. അധ്വാനിച്ചുണ്ടാക്കിയെടുത്താണ്, അല്ല ആരെങ്കിലും ചുമ്മാ കൊണ്ട് വെച്ച് കൊടുത്തതല്ല, അല്ലേ? അതുപോലെ പുതുതായിട്ട് വരുന്ന ആളുകളും അങ്ങനെ കഥാപാത്രങ്ങളെ കണ്ടെത്തി അവതരിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് വരണം. അല്ലാതെ മമ്മൂട്ടിയും മോഹൻലാലും മാറിത്തരണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് അഭിനയിക്കാൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ മോഹൻലാലിനെതിരെ വ്യാപകമായ, അതായത് മോഹൻലാൽ എന്തിട്ടാലും അതിന് താഴെ തെറി വിളിക്കുക, അദ്ദേഹത്തെ കടുത്ത ആക്ഷേപത്തിന് വിധേയമാക്കുക. ഇപ്പോൾ തുടരും സിനിമയുടെ 100 കോടി ആ പോസ്റ്റർ ഇടുന്ന സമയത്തും അദ്ദേഹത്തിനോട് സംവിധായകൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം ഇടണ്ട, കാരണം അദ്ദേഹം ആ സമയത്ത് ഇടുന്നതിൻ്റെ താഴെയൊക്കെ വന്ന് തെറി വിളിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മോഹൻലാലിൻ്റെ സിനിമ കൂവി തിയേറ്ററിൽ തോൽപ്പിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഒരു മോഹൻലാൽ സിനിമയും പരാജയപ്പെട്ടിട്ടില്ല. മോഹൻലാലിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നു, അവിടെ ചെന്നിരുന്ന് കൂവിയാൽ ഉടനെ ആരും തിയേറ്ററിൽ കയറില്ല. ഇപ്പോഴും റിലീസ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾക്കാണ്. ഇനീഷ്യൽ കളക്ഷൻ നേടുന്ന ഒരു താരം എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. ഇപ്പോഴും ആൾ കൂടും. ഈ 65 വയസ്സിൽ ആൾ കൂടുന്ന ഒരു താരം. അപ്പോൾ കൂവി തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ തോൽപ്പിക്കാം? പിന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന ഇതുപോലെ ഇല്ലാത്ത കഥകൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, ഏതെങ്കിലും വിവാദ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിൽ മോഹൻലാലിനെ അതിലേക്ക് കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അതിൽ ചാരി നിന്നുകൊണ്ട് ചുളുവിൽ ഫേമസ് ആകുക. ഈ വലിയൊരു ഇവിടുത്തെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, ആ തുടരും സിനിമയിൽ അവരെ കൊണ്ടാണ് ആദ്യം ഡബ്ബ് ചെയ്യിച്ചത്. ശോഭനയാണല്ലോ നായിക. ഡബ്ബ് ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, പൈസ മുടക്കുന്ന ആൾക്കും ഡയറക്ടർക്കും തോന്നി ആ ശബ്ദം വേണ്ട. ശോഭനയും പറഞ്ഞു, വേണ്ട, എനിക്ക് എൻ്റെ ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യണം. അതവരുടെ തീരുമാനമാണ്. ഞാനിപ്പോൾ പോയി ഒരു സിനിമയിൽ അഭിനയിച്ചു, ഞാൻ അതിനകത്ത് എന്നെ സ്ക്രീനിൽ കാണിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ പോയി അഭിനയിച്ചു എന്നുള്ളതുകൊണ്ട് സാറേ എന്നെ ഇങ്ങനെ കാണിക്കണേ, ഞാനില്ലെങ്കിൽ ആ സിനിമയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല.
അവർ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ സീൻ നമുക്ക് അഭിനയിച്ച ആ സീൻ ഒരു അനാവശ്യമാണെന്ന് തോന്നിയാൽ അവർ കട്ട് ചെയ്ത് കളയും. അങ്ങനെയൊക്കെ എത്രയോ നടന്മാരുടെ സീനുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശോഭന തന്നെ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞു, വളരെ മോശമായിപ്പോയി, എന്നെ ഇതൊന്നും ഈ വിവരമൊന്നും എന്നെ അറിയിച്ചില്ല. എന്തിന്? അത് അവരുടെ തീരുമാനമാണ്. നിങ്ങൾ ഡബ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കാശ് തന്നിട്ടുണ്ട് അല്ലേ? പിന്നീട് അവർക്ക് കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ടാകും മാറ്റാം. അത് എങ്ങനെയായി എന്നുള്ളത് വേറെ കാര്യം. ഒരു തമിഴ് കലർന്ന കഥാപാത്രമാണ് അതിനകത്ത്, തമിഴത്തിയായിട്ടാണല്ലോ ശോഭന. അപ്പോൾ അത് മാറ്റി, അതോട്ട് കലിപ്പായി. പണി ഞാൻ തരും, കിട്ടുന്നിടത്തെല്ലാം വന്ന് മോഹൻലാലിനെ 4 കുറ്റം പറയുക. എവിടെ മൈക്ക് കണ്ടാലും മോഹൻലാലിന് 4 കുറ്റം പറയുക. മോഹൻലാൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. മോഹൻലാൽ എന്താ പട്ടിണി കിടക്കുന്ന ആളാണോ? മോഹൻലാലിൻ്റെ ഈ കാശില്ല. മോഹൻലാലിനെ ദിലീപ് വിലക്കെടുത്തിരിക്കുന്നു. ദിലീപിൻ്റെ കാശ് കൊണ്ട് വേണോ മോഹൻലാൽ ആ സിനിമയിൽ പോയി അഭിനയിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അല്ലേ? അദ്ദേഹത്തിന് അതിനകത്ത് അഭിനയിക്കണമെന്ന് തോന്നി. ആ വേഷം കുറേ നാളായി ഞാനിങ്ങനെ, അതായത് ഇപ്പം നമ്മൾ ചോട്ടാ മുംബൈയിലൊക്കെ അദ്ദേഹം ഇങ്ങനെ പഴയ ഒരു മോഹൻലാലിൻ്റെ രീതിയിലുള്ള കഥാപാത്രമാണ് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു കഥാപാത്രമായി, അങ്ങനെയല്ല കഥാപാത്രം, അങ്ങനെ അഭിനയിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ പുറത്ത് നിൽക്കുന്ന ഒരാളാണോ തീരുമാനിക്കുന്നത്? പുറത്ത് നിൽക്കുന്ന ആൾ പറയുകയാണ് ലാൽ അങ്ങനെയൊന്നും അഭിനയിക്കാൻ പാടില്ല. അത് മോഹൻലാലിൻ്റെ ഇഷ്ടമാണ്, മോഹൻലാലിൻ്റെ തീരുമാനമാണ്, അത് നമ്മുടെ ആരുടെയും തീരുമാനമല്ല. അപ്പോൾ അദ്ദേഹം ഏത് സിനിമയിൽ അഭിനയിക്കണം, എങ്ങനെ അഭിനയിക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വേറെ ആരൊക്കെയോ തീരുമാനിക്കുകയാണ്. അതെല്ലാം ഈ അദ്ദേഹത്തിനെ എങ്ങനെയും മലയാള സിനിമയിൽ നിന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത് കുറേ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട സിനിമകളുണ്ട്. ആ സമയത്ത് കടുത്ത സൈബർ ആക്രമണമാണ് നടന്നത്. അദ്ദേഹം ഇനി സിനിമയിൽ ഇല്ല എന്നുള്ള തരത്തിൽ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ ആക്രമണം കുറച്ചുകൂടെ ഏതെങ്കിലും വഴിയേ പോകുന്ന സംഭവത്തിനകത്തൊക്കെ ചേർന്നിട്ട് മോഹൻലാലിനെ മുതലാക്കുക. എന്നിട്ട് മോഹൻലാലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ ചാരി നിന്നുകൊണ്ട് ഫേമസ് ആകുക. നമ്മൾ പറഞ്ഞതുപോലെ ഈ നമ്മളങ്ങോട്ട് പോകുന്ന ഈ റോഡിലെത്തി കുറേ പേരിയ്ക്കുന്നു, നമ്മളവരെ ചെന്ന് തെറി വിളിക്കുന്നു. അവർ ചിലപ്പം നമ്മളെ തെറി വിളിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ഓടിച്ചിട്ടടിക്കും. അത് നമ്മുടെ ആ ദിവസത്തെ നമ്മളെങ്ങനെ ആരെ കണി കണ്ടു അതുപോലെ ഇരിക്കും. ചിലപ്പോൾ അവർ മിണ്ടാതിരിക്കും, പക്ഷെ നമ്മൾ ഫേമസ് ആകില്ല. നമ്മൾ ഫേമസ് ആകണമെങ്കിൽ ഇവിടെ അതുപോലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾ വന്ന് നിൽക്കുന്നു, അയാളെ ചെന്ന് 4 തെറി പറഞ്ഞു നോക്ക്, നാളെ അങ്ങനെ നോക്ക്, എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും വരുമ്പോൾ തെറി പറഞ്ഞു നോക്ക്, നമ്മൾ ഫേമസായി. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മുടെ FB പേജോ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് 4 തെറി പറഞ്ഞു നോക്കൂ. ഇവിടെ ബിഗ് ബോസ് നടന്ന സമയത്ത് മോഹൻലാലിനെ എത്രയോ ആളുകളാണ് തെറി പറഞ്ഞുകൊണ്ടിരുന്നത്. ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളുകളുണ്ട് മോഹൻലാലിനെതിരെ, അതിനകത്ത് മത്സരിച്ച ആളുകൾക്ക് വേണ്ടി. അതേസമയം വേറൊരാളെ കുറിച്ച് പറഞ്ഞാൽ അതിനകത്ത് റീച്ച് കിട്ടില്ല. മോഹൻലാലാണ് കണ്ടൻറ്റ് എന്നുള്ളത് കൊണ്ട് അപ്പോൾ മോഹൻലാലും വിചാരിക്കും മോഹൻലാൽ ഈ തുടരും. അതും കൂടെ പറഞ്ഞ നമുക്ക് തുടരും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ട്, അപ്പോൾ ഡയറക്ടർ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഏതോ ഒന്നിൻ്റെ താഴെ മോഹൻലാലിനെ തെറി വിളിച്ചുകൊണ്ട് കമൻറ്റ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ നിന്നോട് എന്ത് ചെയ്തു മോനെ, നിന്നോട് ഞാൻ എന്ത് ചെയ്തു മോനെ, നീ എന്നെ ഇങ്ങനെ. അതൊക്കെ അദ്ദേഹം അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു വൻമരത്തെ വീഴ്ത്താൻ ഇപ്പോഴെന്നല്ല നേരത്തെ മുതലുള്ള ശ്രമം നടത്തുന്നു. അതിനൊരു ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്, തിയേറ്ററിൽ പോയി കൂവിത്തോൽപ്പിക്കാൻ ഒരിക്കലും മോഹൻലാൽ സിനിമ പരാജയപ്പെടണമെങ്കിൽ അത് ആളുകൾക്ക് തോന്നുകയാണ് അത് അത്ര അങ്ങോട്ട് പോരാ എന്ന് തോന്നുമെങ്കിൽ മാത്രമേ ആ സിനിമ പരാജയപ്പെടുന്നുള്ളൂ. അല്ലാതെ കുറേ ആളുകൾ ചെന്നിരുന്നിട്ട് കൂവി തോൽപ്പിക്കുന്നു, അത് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ ഒരു പട്ടിണിക്കാരനായതുകൊണ്ട് ദിലീപിൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ള തരത്തിലൊന്നും അഭിപ്രായങ്ങൾ പറയരുത്. അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ആ പറയുന്ന ആൾ ചെറുതായി പോകും. അതുപോലെ മോഹൻലാൽ അഭിനയിച്ച പടത്തിൻ്റെ പോസ്റ്റർ ഇടാൻ പാടില്ല, പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും പറയരുത്. അപ്പോഴും ചെറുതായി പോകും. ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചിറങ്ങിത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് സിനിമ എന്ന് പറയുന്ന ആ മേഖല, സിനിമാ മേഖല നശിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ മോഹൻലാലിനെയും ഇല്ലാതാക്കിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളാണ്. അതുകൊണ്ടാണ് എന്ത് പ്രശ്നം വന്നാലും മോഹൻലാലിനെ മാത്രം ഉന്നം വെച്ച് ഉണ്ടയില്ലാത്ത തോക്കുമായി നടക്കുന്ന കുറേ ആളുകളുണ്ട്.
ഈ തോക്കിനകത്ത് മുഴുവൻ ഉണ്ടയില്ല. ടക്കടക്കയെന്ന് വെടിവെക്കുന്നുണ്ട്. പക്ഷേ ആ വെടി എങ്ങോട്ട് പോകുന്നു എന്ന് അവർക്കും അറിയത്തില്ല. അവസാനം അവരുടെ നെഞ്ചത്ത് തന്നെ കൊള്ളട്ടെ. ശരി.